Hi friends, welcome to another video. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ആണ്, ഹിസ്റ്ററി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു കഴിഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഫസ്റ്റ് ചാപ്റ്ററിലത്തെ 3 റവല്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 1ഉം 2ഉം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ സബ്ജക്ട്സും നമ്മൾ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് +1 +2 നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനായിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പോൾ അതിൽ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ പേര് ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം. ദ റഷ്യൻ റവല്യൂഷൻ. അപ്പോൾ എന്താണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്? റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്. ഓക്കെ, എവിടെ ഉണ്ടായിട്ടുള്ള വിപ്ലവമാണ് പറയുന്നത്? റഷ്യയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. Farmers and factory workers in Russia led a tragic life under the autocracy of the Tsar emperors who ruled Russia. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഫാമേഴ്സ്, കൃഷിക്കാരും അതേപോലെ തന്നെ മറ്റുള്ള ഫാക്ടറിയിൽ ജോലി ആളുകളും വളരെ ട്രാജിക് ആയിട്ടുള്ള, വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കാരണം അവിടെ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. അവിടെ ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന ആരായിരുന്നു ആ സമയത്ത്? നമ്മൾ പഠിക്കുന്ന ഈ റഷ്യൻ റവല്യൂഷന്റെ കാലത്ത് റഷ്യ ഭരിക്കുന്നത് സാർ ചക്രവർത്തിമാരാണ്. ഓക്കെ, അപ്പോൾ ഈ സാർ ചക്രവർത്തിമാരുടെ കീഴിൽ കൃഷിക്കാരും അതേപോലെ തന്നെ നമ്മുടെ ഫാക്ടറി തൊഴിലാളികളും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ കാരണം കിട്ടിക്കഴിഞ്ഞു. മലയാളം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കഥ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് വേർഡുകൾ നോക്കി വെക്കണം. ആരൊക്കെയാണ്? ഫാമേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ട്രാജിക് ലൈഫ്, സാർ ചക്രവർത്തി ഓർ സാർ എംപറർ ആൻഡ് ഹു റൂൾ റഷ്യ. സിമ്പിളാണ്. ആൻഡ് അടുത്ത ഒരു പോയിന്റ്, അപ്പോൾ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഒന്നാമത്തെ കോഴ്സ് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തേത്, ദ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. അപ്പോൾ തീർച്ചയായിട്ടും ഫാമേഴ്സിന്, കൃഷിക്കാർക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്തുണ്ടാവണം? പ്രൊഡക്ഷൻ ഉണ്ടാവണം, നല്ല ഉൽപ്പാദനം ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ എന്തുണ്ടായി? ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദി ഫാമേഴ്സ് ഇൻകം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫാമേഴ്സിന് ഇൻകം, വരുമാനം ഇല്ലാതെയായി. കാരണം എന്താണ്? അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. നെക്സ്റ്റ് വൺ, ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ഈ ഫാമേഴ്സിനാണെങ്കിൽ, കൃഷിക്കാർക്കാണെങ്കിൽ ആക്ച്വലി എന്തില്ല? ലാൻഡ് ഇല്ല. ഇവർ കൃഷി ചെയ്യുന്നത് പാട്ടത്തിനടുത്താണ്, സ്ഥലം പാട്ടത്തിനടുത്താണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് ഇരിക്കുക, അയാൾ ആക്ച്വലി അവിടെ കൃഷി ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ സ്ഥലം കൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കും. വെറുതെ അല്ല, ആ കൃഷി ചെയ്തതിൽ നിന്നും ഒരു നിശ്ചിത തുക ഇയാൾ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സാധാരണ ഒരു തുണ്ട് കൃഷി ഭൂമി പോലും ഇല്ലാതിരുന്ന ആളുകൾ, ഫാമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു? വളരെയധികം ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു. ഏകദേശം ഒരു 60% ടാക്സ് കളക്ട് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. നമ്മളിത് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. അതായത് റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം റിച്ച് ആയിരുന്നു, വളരെ സമ്പന്നമായിരുന്നു. എന്തുകൊണ്ട്? അവിടെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അതുകൊണ്ട് റിച്ച് ആയിരുന്നു. പക്ഷേ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് എ ഫോറിനേഴ്സ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി, മിക്കവാറും ഇൻഡസ്ട്രീസ്, വാണിജ്യ വ്യവസായ ശാലകൾ കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? ഫോറിനേഴ്സ് ആയിരുന്നു, വിദേശ ശക്തികളായിരുന്നു, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ആളുകളാണ് അവിടുത്തെ മിക്കവാറും എല്ലാ വാണിജ്യ വ്യവസായ ശാലകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഫാമേഴ്സ്, അതുപോലെ തന്നെ ഫാക്ടറി തൊഴിലാളികൾ, സാർ ചക്രവർത്തിമാരുടെ കീഴിലുണ്ടായിരുന്ന ഇവർക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല, അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്നുള്ള വരുമാനം വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, ഒരു സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന കൃഷിക്കാർ പോലും വളരെ വലിയ തോതിലുള്ള ഒരു ടാക്സ് അടക്കേണ്ടി വന്നിരുന്നു. റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. പക്ഷേ
അവിടെ എന്തുണ്ടായിരുന്നില്ല, വാണിജ്യപരമായിട്ടും വ്യവസായപരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉൽപാദനം വളരെ കുറവായിരുന്നു. പിന്നെ പറഞ്ഞു ഫോറിനേഴ്സ് ആണ് അവിടുത്തെ മിക്കവാറും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ സമയത്തും അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ റഷ്യൻ അല്ല നമ്മുടെ ഏതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ പറയുന്ന സമയത്തും നമ്മൾ തിങ്കേഴ്സ് ഐഡിയോളജീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജോൺ ലോക്ക് ചെയ്തപ്പോൾ തോമസിന് വേദന എടുത്തു എന്നൊക്കെ, തോമസിന് പെയിൻ എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് ഓർത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി ഇവിടെയുള്ള ചിന്തകന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റൈറ്റേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരായിട്ടുള്ള മാക്സിം ഗോർക്കി, ഇതൊന്ന് സിമ്പിളാണ്, ഒരു കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നോക്കിക്കോളൂ, റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുത്തുകാരാണ്. എഴുത്തുകാരുടെ പേരെന്തൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനെവ്, ആന്റൺ ചെക്കോവ്. ഇവരൊക്കെ എന്ത് ചെയ്തു? ഡെപ്പിക്റ്റഡ്, അവർ വരച്ച് കാണിച്ചു. എന്തുട്ടാ വരച്ച് കാണിച്ചേ? ദ പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ്. പ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ കേട്ടോ. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ. പ്ലൈറ്റ് ഓഫ് ആരുടെ കഷ്ടപ്പാടുകളാണ്? വർക്കേഴ്സ്, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും. എന്തിലൂടെ വരച്ച് കാണിച്ചു? ചിത്രത്തിലാണോ? അല്ല, അവരുടെ വർക്കുകളിലൂടെ. അവർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് മൈറ്റ് ബി സ്റ്റോറീസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോയംസ് ആവാം, കഥകളാവാം, കവിതകളാവാം, എനിത്തിങ്. അപ്പോൾ അതിലൂടെയൊക്കെ ഈ പറയുന്ന പാവപ്പെട്ട കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ, അതിനാണ് പ്ലൈറ്റ് എന്ന് പറയുന്നത്, പ്ലൈറ്റൊക്കെ അവർ വരച്ച് കാണിച്ചു എന്നാണ് പറയുന്നത്. ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. മാർക്സിസ്റ്റ് നമ്മൾ പറയില്ലേ, മാർക്സിസ്റ്റുകാരെന്ന് പറയില്ലേ, LDF-കാരെന്നൊക്കെ പറയില്ലേ, LDF എന്നൊക്കെ ഇപ്പം നമ്മൾ പറയും കേരളത്തിൽ LDF ആണ്, പിണറായി വിജയൻ സഖാവാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ പറയുന്ന മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത ആരാണ്? ഇത് ആരാണത് കൊണ്ടുവന്നേ? മാർക്സിസ്റ്റ് ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ CIA എന്ന് പറയുന്ന ഒരു ഫിലിം, ദുൽഖർ സൽമാൻ്റെ ഒരു ഫിലിമുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ എന്തുണ്ട്, ഈ പാർട്ടി ഓഫീസിലൊക്കെ അവിടുത്തെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താടിയൊക്കെ വെച്ചിട്ടൊരാൾ, പിന്നെ നമ്മുടെ ചെഗ്വേരയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മാർക്സിസ്റ്റ് ആശയങ്ങൾ നോക്കിയേ, ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, മാർക്സിസ്റ്റ് ആശയങ്ങൾ ഫോർമുലേറ്റ് ചെയ്തത്, കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്ന് പറഞ്ഞാൽ കാൾ മാർക്സ്. അപ്പം അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രെഡറിക് എംഗൽസ്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിരുന്നു. അവരെന്ത് ചെയ്തു? സ്റ്റിർ ദ വർക്കേഴ്സ്. സ്റ്റിർ എന്ന് വെച്ചിട്ട് ഇളക്കുക. ഓക്കെ, വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികളിനെ, ഫാമേഴ്സിനൊക്കെ ഒന്ന് ഇളക്കി മറിച്ചു വിട്ടു. എടാ നിങ്ങൾ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കി വിട്ടു. They called for establishing the supremacy of the workers instead of that by the capitalist. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ സോഷ്യൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇനി തുടർ പഠനത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. 2 ടീമാണ് മെയിനായിട്ട് കേട്ടോ. വർക്കേഴ്സ് ഉണ്ട്, തൊഴിലാളികൾ. ഇനി അതുണ്ട് ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, അതെന്താണ്? മുതലാളിമാർ. സിമ്പിളാണ്. ഓക്കെ, they called for establishing the supremacy of the workers instead of that by the capitalist. മെയിനായിട്ട് ആളുകൾ വിചാരിക്കും പൈസ ഇറക്കുന്ന മുതലാളിമാർക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. പക്ഷേ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസ് ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കല്ല ഇമ്പോർട്ടൻസ്, തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ പറയുന്ന മുതലാളിമാരെക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വർക്കേഴ്സിനാണ് ഇമ്പോർട്ടൻസ്, ആരിനേക്കാൾ? നമ്മളെ ക്യാപിറ്റലിസ്റ്റിനേക്കാൾ. ഓക്കെ, ഇനി നോക്കി അടുത്തത് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, CITU, BMS എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രേഡ് യൂണിയനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ were formed to find remedies for the plight of the workers. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലൈറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളാണ്. ആരുടെ കഷ്ടപ്പാടുകളാണ്? വർക്കേഴ്സിൻ്റെ കഷ്ടപ്പാടുകൾ. ആ വർക്കേഴ്സിൻ്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താനായിട്ട്, അല്ലെങ്കിൽ അത് ആ വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രേഡ് യൂണിയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സ്കൂളിലൊക്കെ നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് അസോസിയേഷൻ ഉണ്ട്, ഇനി PT എന്ന് പറഞ്ഞിട്ട് പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് കടകളൊക്കെ മുടക്കായിരുന്നു. കാരണം വാണിജ്യ വ്യവസായ അല്ലെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രേഡ് യൂണിയനുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂണിയനുകളാണ്. അതേപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ എന്തുണ്ടാക്കി? നമ്മുടെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള റെമഡീസ് കണ്ടെത്താനും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദി മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് നമ്മൾ പറഞ്ഞു, മാർക്സിസ്റ്റ് കണ്ടുപിടിച്ചത് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അടിസ്ഥാനപരമാക്കിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപം കൊണ്ടു.
ഇതൊരു പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അപ്പോൾ ആരാ രൂപം കൊടുത്ത? കാൾ മാർക്സ് ആണെന്ന് പറയാം. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കുമോ? മുതലാളിമാർക്ക് വേണ്ടിയിട്ടായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ലേറ്റർ പിന്നീട് നമുക്കറിയാം ഏതൊരു പാർട്ടിയാണെങ്കിലും അല്ലേ, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോയി തുടങ്ങി ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടീം ഉണ്ടാക്കും. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ടീം എന്താവും? സ്പ്ലിറ്റ് ആയിട്ട് വേറെ 2 ടീമാവും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതേപോലെ തന്നെ ലേറ്റർ പിന്നീട് ഈ പാർട്ടി എന്തായി? സ്പ്ലിറ്റ് ആവുന്ന വെച്ചാൽ വിഭജിച്ചു. എന്തൊക്കെയായിട്ട് വിഭജിച്ചു? മെൻഷെവിക് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ടും, മെൻഷെവിക് എന്ന് വെച്ചാൽ മൈനോറിറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോൾഷെവിക് എന്ന് പറയുന്ന ഒരു പാർട്ടി, അത് മെജോറിറ്റിയാണ്. ഓക്കെ, ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ബോൾഷെവിക്സ്. ഇനി ബോൾഷെവിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് 2 പേരുണ്ട്. എന്നാണ് പറഞ്ഞത്, 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ പഠിച്ചു വയ്ക്കും? ബോളില്ലേ, ബോള് പന്ത്. ഓക്കെ, ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി 2 പേരെങ്കിലും വേണ്ടേ? ഓക്കെ, എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്? ബോൾഷെവിക്സിൽ 2 പേരുണ്ട് എന്നാലോചിക്കാം. ഇത് പഠിക്കാനായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുണ്ട് പഠിച്ചു വെച്ചോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ബോൾഷെവിക്സ് എന്ന് പറയുന്ന സമയത്ത് ബോളാണ്. ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പന്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി വി നീഡ് മിനിമം ഓഫ് 2 persons, 2 ആളുകളെങ്കിലും വേണം. അപ്പോൾ ബോൾഷെവിക്സ് അതിൻ്റെ ലീഡേഴ്സ് ആയിരുന്നു ലെനിനും ട്രോട്സ്കി എന്ന് പറയുന്ന 2 പേര്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടി ഏതാണ്? നമ്മൾ പറഞ്ഞു ബോൾഷെവിക്സ് പറഞ്ഞു. ഇനി മെൻഷെവിക്സ് ഉണ്ട്. മെൻഷെവിക്സിന്റെ ലീഡർ ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മെൻഷെവിക്കിന്റെ ലീഡർ എന്ന് പറയുന്നത്. ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേഴ്സ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. 1905 ഒരു യുദ്ധം ഉണ്ടായി. ആര് തമ്മിലാ? റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധമുണ്ടായി. അവിടെ ആര് തോറ്റു? ഒരെണ്ണം ജയിക്കുക, ഒരെണ്ണം തോൽക്കുകയും ചെയ്യില്ലേ? റഷ്യ തോറ്റു. റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്രൈസിസ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ വീണ്ടും എന്തായി? വളരെ 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 ശോചനീയമായി അല്ലെങ്കിൽ വളരെ വളരെ ഗുരുതരമായി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി. The workers organized a huge march at Petrograd on 9 January 1905 demanding political rights and economic reforms. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പറയുന്നത് ആരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട് പറഞ്ഞത്? വർക്കേഴ്സ്, ഫാക്ടറി തൊഴിലാളികളും അതേപോലെ തന്നെ ഫാമേഴ്സും. അപ്പോൾ ഇവിടെ വർക്കേഴ്സ് പറയുന്ന ഏത് വർക്കേഴ്സാണ്? ഫാക്ടറി വർക്കേഴ്സാണ്, ഫാക്ടറി തൊഴിലാളികളാണ്. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ്, അവരൊരു ഓർഗനൈസ് ചെയ്തു അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ട് എന്ത് ചെയ്തു? ഒരു ഹ്യൂജ് മാർച്ച്, ഒരു വലിയ ഒരു മാർച്ച് നടത്തി. എവിടെയാണ് നടത്തിയത്? അറ്റ് പെട്രോഗ്രാഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് കേട്ടോ. എന്നായിരുന്നു? ജനുവരി 9 1905. അപ്പോൾ 1905 മറ്റൊരു സവിശേഷത നമ്മൾ പറഞ്ഞു. 1905 റഷ്യ ജപ്പാൻ വാറും ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അവരെന്താണ് ആവശ്യപ്പെട്ടത്? എന്തെങ്കിലും ഒരു സമരം ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് സമരം? എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. പക്ഷെ അത് അതുപോലെയല്ല. ഇതെന്താണ്? ഇത് വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. എന്തായിരുന്നു ആ കാര്യം? ഡിമാൻഡിങ്, ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്തുട്ട് ആവശ്യപ്പെട്ട? പൊളിറ്റിക്കൽ റൈറ്റ്, രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേടിക്കിട്ടുവാനായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1905 ഈ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ എന്ത് ചെയ്തത്? സമരം അല്ലെങ്കിൽ ഒരു മാർച്ച് നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടൊരു അനിശ്ചിതത്വമാണ് ഉണ്ടായിരുന്നത്. ഒരു ഭരണവും കാര്യങ്ങളൊന്നും നല്ല രീതിയിലായിരുന്നില്ല. അതുപോലെ തന്നെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ തന്നെ സാമ്പത്തികമായിട്ട് എല്ലാവരും നല്ല കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഒരു മാർച്ച് നടത്തിയത്. പക്ഷേ ദ മാർച്ച് വാസ് ഫയർഡ് അറ്റ് ബൈ ദി സോൾജേഴ്സ്. പട്ടാളക്കാർ ഇത് കണ്ടെന്ന് നോക്കി വെക്കുമോ? ഇല്ല. പട്ടാളക്കാരെന്ത് ചെയ്തു? വെടിവെച്ചു. ആണ് ദ മാർച്ച് വാസ് ഫയർഡ്. ആ മാർച്ചിന് നേരെ വെടിവെച്ചു. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ്, 100 കണക്കിന് ഈ പറയുന്ന വർക്കേഴ്സാണല്ലോ ഇതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു? അവർ മസാക്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, ഈ ഒരു ഇവന്റിനെ, ഈ ഒരു സംഭവത്തിന് അറിയപ്പെടുന്നതാണ് ബ്ലഡി സൺഡേ എന്നാണ് പറയുന്നത്. ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്നുള്ളതാണ് നമ്മുടെ മലയാളം ബുക്കിൽ പഠിക്കാനായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സോൾജേഴ്സ് എന്ത് പണിയാണ് കാണിച്ചത്? കാരണം സോൾജേഴ്സ് അല്ല ഇത് ചെയ്യുന്നത്. ആക്ച്വലി സോൾജേഴ്സാണ് വെടിവെക്കുന്നത്. പക്ഷേ ആരുടെ ഉത്തരവ് പ്രകാരമായിരിക്കും? അവിടുത്തെ ഭരണാധികാരിയുടെ ഉത്തരവ് പ്രകാരമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ചിട്ടാണ്.